കള്ള് ചേർക്കാതെയും ഈസ്റ്റ് ചേർക്കാതെയും നല്ല സോഫ്റ്റായ വെള്ളപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ വെള്ളപ്പം ഉണ്ടാക്കാനായി 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയോ അല്ലെങ്കിൽ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ ഏത് പച്ചരിയോ ഉപയോഗിക്കാം. നമുക്കിതൊരു 4-5 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചോറാണ്, കുറച്ച് ചോറ്. അല്ലെങ്കിൽ ചോറിന് പകരം നമുക്ക് അവിൽ ഉപയോഗിക്കാം. വെളുത്ത അവിലോ ചുവന്ന അവിലോ ഏതും ഉപയോഗിക്കാം. ഇനി ചോറും അവിലും കൂടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചട്ടുകം ചോറാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് പച്ചരിക്ക് ഒരു ചട്ടുകം ചോറ്. അവിലെടുക്കുന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഇനി നമുക്കിത് ഈ ചോറും അതുപോലെ ഈ അരിയും കൂടി ഒരുമിച്ച് അരച്ചെടുക്കാം. ഞാനത് അരച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ദോശയുടെ കൺസിസ്റ്റൻസിയിൽ അങ്ങനെയാണ് അരയ്ക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഞാനൊരു വലിയ തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിയിലേക്കാണ് ഇത്ര എടുക്കുന്നത്. നിങ്ങൾ അരി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവും കൂട്ടണം. ഇനി നമുക്ക് തേങ്ങയുടെ വെള്ളം വേണം. ഞാൻ രാവിലെ തേങ്ങ ഉടച്ചപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഗ്ലാസ്സിൽ ഏകദേശം 3/4 ഗ്ലാസോളം വരും. ഈ തേങ്ങയുടെ വെള്ളത്തിലാണ് നമ്മൾ ഇനി ഈ തേങ്ങ അരയ്ക്കുന്നത്. നമ്മൾ കള്ള് ചേർക്കുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനെ തേങ്ങയുടെ വെള്ളം ചേർക്കുന്നത്. ഞാൻ മിക്സിയിലാണ് തേങ്ങ അരയ്ക്കുന്നത്. ഗ്രൈൻഡറിൽ അരിയുടെ കൂടെ തേങ്ങ അരയ്ക്കുമ്പോൾ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അരിയും ചോറും ഗ്രൈൻഡറിൽ അരയ്ക്കും. പിന്നീട് തേങ്ങ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരിയിൽ ഇത് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ അളവിൽ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെച്ച് ഒരു 8-10 മണിക്കൂറെങ്കിലും ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് നല്ലതുപോലെ പുളിച്ചു വരണം, എങ്കിലേ നമുക്ക് നല്ല ടേസ്റ്റായ വെള്ളപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിത് തലേ ദിവസം അരച്ചു വെച്ച മാവാണ്. ഇനി അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. വെള്ളപ്പം ഉണ്ടാക്കാൻ ദോശച്ചട്ടിയേക്കാളും നല്ലത് വെള്ളപ്പത്തിൻ്റെ ചട്ടി തന്നെയാണ്. ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുഴറ്റിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളപ്പം മറിച്ചിടുന്നവരുണ്ട്, മറിച്ചിടാത്തവരുണ്ട്. ഞാൻ പൊതുവെ മറിച്ചിടുകയാണ് പതിവ്. ഇനി അങ്ങനെ ചെയ്യണമെന്നും നിർബന്ധമില്ല, കാരണം നമ്മൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റും ഉള്ള വെള്ളപ്പമാണ്. വെള്ളപ്പത്തിന് അരി അരയ്ക്കുമ്പോൾ ചോറിൻ്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചോറിൻ്റെ അല്ലെങ്കിൽ അവിലിൻ്റെ. ചോറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വെള്ളപ്പം വല്ലാതെ സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. ദോശയായാലും വെള്ളപ്പമായാലും അത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയോ ചട്നിയോ, ഇനി അതെല്ലാം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം.